ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് അബ്ദുൽ അല മൗദൂദി ആത്മീയതയും ധിഷണയും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ മൗലാന മൗദൂദി ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ സ്ഥാപകൻ, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ അല്ലെങ്കിൽ തത്വചിന്തയുടെ ആധുനിക കാലഘട്ടത്തിലെ പ്രമുഖരിൽ ഒരാൾ, അതല്ലെങ്കിൽ സാധാരണ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്നും റാഡിക്കലിസം എന്നും അല്ലെങ്കിൽ ടെററിസം എന്നൊക്കെ വിളിക്കപ്പെടുന്ന നെഗറ്റീവ് കൊണോട്ടേഷൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡായി പൊതുലോകം കരുതുന്ന ഒരാൾ. ഇങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് അകത്തും പുറത്തും മൗലാന മൗദൂദിയെ പരിചയപ്പെടുത്താറുള്ളത്. ഇത് പുറത്ത് എങ്ങനെയാണ് മൗലാന മൗദൂദി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ അപ്പുറം മൗലാന മൗദൂദിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തെ ചിന്തയെ കേന്ദ്രീകരിച്ചും പൊതുവെ ഒരു സംഘടനാ സ്ഥാപകനെന്നും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫർ, തിങ്കർ എന്ന രീതിയിൽ മാത്രം പരിചയപ്പെടുത്തുന്നതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ ഒരു സ്പിരിച്വൽ, മിസ്റ്റിക്കൽ, മെറ്റാഫിസിക്കൽ ഡൈമെൻഷനെ വിശദീകരിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു മുസ്ലിം സമൂഹം രൂപപ്പെടേണ്ട രീതി, അതിൻ്റെ വളർച്ച, വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവേണ്ട അനിവാര്യമായ ഗുണങ്ങൾ, ഇങ്ങനെയുള്ള സകല വിധത്തിലുള്ള നരേറ്റീവ്സാണ് മൗലാന മൗദൂദിയുടെ രചനകളിലും ചിന്തകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൊതുവെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരവും ഉണ്ടാവാറ്. അതായത് മൗലാന മൗദൂദി എന്ന ഒരു പരിഷ്കർത്താവ്, അല്ലെങ്കിൽ മൗലാന മൗദൂദി എന്നൊരു പൊളിറ്റിക്കൽ ഫിലോസഫർ, ഒരു സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ച ആൾ, ഒരു നാഷണൽ സ്റ്റേറ്റും സെക്കുലറിസം, ഡെമോക്രസി, നാഷണലിസം, അതുപോലെ ഇങ്ങനെയുള്ള വിവിധ ആധുനിക ഇസങ്ങളെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ച ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി, ഈ ഒരു തരത്തിൽ നിന്നല്ലാതെ മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയമായ വശമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെല്ലാം ഒരു വ്യക്തി, സമൂഹം, ഒരു സൊസൈറ്റി, അതുപോലെ തന്നെ ദേശം എന്ന അദ്ദേഹത്തിൻ്റെ ഈ ബോട്ടം അപ്പ് തിയറി പോലും, അതല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹ നിർമ്മാണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത, ക്ലാസിക്കൽ രചനകളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം അടിസ്ഥാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിനെ ഒരു കോംപ്രഹെൻസീവായ, ഷുമൂലിയായ, സമഗ്രമായ ഒരു വ്യവസ്ഥയായി അവതരിപ്പിക്കുന്ന മൗലാന മൗദൂദി സ്വാഭാവികമായും ആ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ വളർച്ചയിലെല്ലാം അനിവാര്യമായി ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് ആത്മീയമായ പരിവർത്തനമാണ്. നമുക്ക് ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറയുന്ന ആയത്തുകളെ പോലെ, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ മാനസിക പരിവർത്തനത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളും ഹദീസുകളും എമ്പാടും അദ്ദേഹത്തിൻ്റെ ഖുതുബകളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ചിന്തയിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ മുഴുവൻ ചിന്തകളും, സാമൂഹ്യമായ, രാഷ്ട്രീയമായ ചിന്തകളെല്ലാം സ്പിരിച്വാലിറ്റിയെ അല്ലെങ്കിൽ ആത്മീയമായ, ആധ്യാത്മികമായ വശത്തെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഒരു ആത്മീയമായ വളർച്ചയില്ലെങ്കിൽ ഒരു ബെസ്റ്റ് മുസ്ലിം, ഈ ഗുഡ് മുസ്ലിം എന്നത് ആധുനിക സമകാലിക സാഹചര്യത്തിൽ മറ്റൊരർത്ഥമാണ് ഉള്ളതെങ്കിൽ മൗലാന മൗദൂദി ബെസ്റ്റ് മുസ്ലിം എന്നൊരു തരത്തിലേക്കാണ് വിശദീകരിക്കുന്നത്. അത് ആയില്ല എങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പരിവർത്തനം ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ്റെ പരിവർത്തനം അത് ഉണ്ടാവേണ്ടത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ നിന്ന് തന്നെയാവണം. ഇവിടെയാണ് മൗലാന മൗദൂദിയുടെ ആത്മീയ ചിന്തകളും ധിഷണയും അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റും തമ്മിൽ കണക്റ്റ് ആവുന്നത്.
അതായത് സാധാരണ നമുക്കറിയാം പഴയകാല പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില സൂഫി രചനകളിലൊക്കെ പോകുമ്പോൾ ആധ്യാത്മികമായ ചിന്തകളിലൂടെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞുകൊണ്ട് ഇൻസ്പിറേഷണൽ വർത്തമാനം പറയുന്ന ഒരു രീതിയല്ല മൗലാന മൗദൂദിയുടെ രീതി. അദ്ദേഹം ചെയ്യുന്നത് ഏതൊരു വിഷയമാണോ ഒരു മനുഷ്യൻ്റെ ആത്മീയ പരിവർത്തനത്തിന് വേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആ ചിന്തയുടെ സാമൂഹികമായ അതിൻ്റെ ടച്ച്, ഒരു സ്പർശം, അതിൻ്റെ ഒരു ഈ അപരനോടുള്ള ഇതരരോടുള്ള ഒരു ബന്ധം, അള്ളാഹുവിനോടുള്ള ബന്ധം, ഈ മനുഷ്യൻ അള്ളാഹു സമൂഹം എന്ന രീതിയിൽ അദ്ദേഹം ഈ ത്രികോണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ, ആത്മീയമായ ചിന്തകളെ പോലും വികസിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മാത്രമാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാവുക എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ, അത് മക്കി സൂറത്തുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി നോക്കുക. നമുക്കറിയാം മക്കി സൂറത്തുകൾ ഒരു ആദ്യകാല മുസ്ലിങ്ങളുടെ, മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ അവരുടെ വൈയക്തിക ജീവിതത്തെ സമ്പൂർണമായ ഒരു തലത്തിലേക്ക് ഇസ്ലാമിൻ്റെ തർബിയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആയത്തുകളാണല്ലോ അത് ആത്മീയ പരിവർത്തനം, മാനസിക ശാരീരിക പരിവർത്തനം, ഒരു സബ്മിഷൻ, സറണ്ടർ എന്ന ആശയങ്ങളൊക്കെ മുഴുവൻ പഠിപ്പിക്കുന്നതാണല്ലോ മക്കി സൂറത്തുകൾ. ഈ ആശയങ്ങളെ അതിസുന്ദരമായി വിശദീകരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ തഫീമുൽ ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഈ ആത്മീയ ചിന്തകളെ, അതായത് ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് എങ്ങനെയാണോ മക്കി സൂറത്തുകൾ ഉപയോഗിക്കപ്പെട്ടത്, അത് കൈകാര്യം ചെയ്യപ്പെട്ടത്, അതിൻ്റെ പൂർണ്ണമായ ഒരു അവതരണം തഫീമുൽ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. മക്കി സൂറത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈമാൻ അവിടെയുള്ള ബിലാലിനെയും അബൂബക്കറിനെയും അടക്കമുള്ള മഹാന്മാരായ സഹാബികളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചത് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് കാണുന്നുണ്ട്. അത്രത്തോളം മൈന്യൂട്ടായ, അതുപോലെ തന്നെ മൈക്രോ ലെവലിൽ അദ്ദേഹത്തിൻ്റെ അനലൈസ്, ഒരു മാനസിക വിശ്ലേഷണം പോലും, മാനസികമായിട്ടുള്ള സൈക്കോ അനാലിസിസ് പോലും കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ധിഷണയെ, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റിനെ ഈ സ്പിരിച്വലായ വിഷയങ്ങളിൽ പോലും ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രധാനമായ എല്ലാ പണ്ഡിതന്മാരെ പോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളായ ഖുർആനിനെയും ഹദീസിനെയും അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാന ഘടകമായി മൗദൂദി സാഹിബും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ തഫ്ഹീമുൽ ഖുർആൻ എന്നുള്ള പേര് കൊടുക്കുന്നു. ഖുർആൻ എല്ലാ മനുഷ്യന്മാർക്കും തനിക്ക് മനസ്സിലായതുപോലെ ഇതരർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തഫ്ഹീം എന്നുള്ള പദം പോലും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിൽ ആകെ മൊത്തം മക്കി സൂറത്തുകളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ രൂപീകരണം, മനുഷ്യൻ്റെ അവൻ്റെ ഉള്ളിലെ ഈമാനിൻ്റെ ക്രമപ്രവൃത്തമായ വളർച്ച ഏതൊരു സാഹചര്യത്തിലും നേരിടേണ്ട, അങ്ങനൊരു സാഹചര്യം വന്നാൽ അതിനെ വളരെ സ്ഥൈര്യത്തോട് നേരിടേണ്ട ഒരു ജീവിത രീതി എങ്ങനെയാണ് മക്കി സൂറത്തുകൾ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം തഫീമുൽ ഖുർആനിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നാണ് ഹദീസ്. സ്വാഭാവികമായും എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും ഹദീസിനെ ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ അടിസ്ഥാന സംഭവമായി വിശദീകരിക്കാറുണ്ട്. മൗദൂദി സാഹിബും അതുകൊണ്ട് തന്നെയാണ് പരമാവധി ഹദീസുകളുടെ സിഖത്തിന്, അതിൻ്റെ പ്രാബല്യത്തിൻ്റെ, അതിൻ്റെ ലൈഫായ വീക്കായ ഹദീസുകൾക്കപ്പുറം ഹദീസിനെ ഒരു മനുഷ്യൻ്റെ ആത്മീയ വ്യക്തിഗത വളർച്ചയ്ക്ക് അത് വീക്കായ ഹദീസുകൾ ഉപയോഗിക്കുക എന്ന് മുൻകാലങ്ങളിൽ ചില പണ്ഡിതന്മാർ സ്വീകരിച്ച ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചർച്ചകളും പോലും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ലൈഫായ ഹദീസുകൾ ഒരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം, അയാൾക്ക് കൂടുതൽ ഇസ്ലാമിനോടും ഈമാനിനോടൊക്കെ ഒരു അടുപ്പമുണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഭയം ഒക്കെ ഉണ്ടാക്കുന്നതിനും അങ്ങനെ ഹദീസുകൾ ഉപയോഗിക്കാം എന്ന രീതിയിലൊക്കെ നമുക്ക് ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണുവാൻ കഴിയും. പക്ഷേ എന്നാൽ പോലും മൗലാന മൗദൂദി അദ്ദേഹം ഉപയോഗിക്കുന്ന ഹദീസുകൾ, അത് ആത്മീയമായ വിഷയമാവട്ടെ, സാമൂഹിക രാഷ്ട്രീയ മുസ്ലിം സമൂഹത്തിൻ്റെ കൊള്ളക്കൊടുക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, അവിടെ മുഴുവനും വളരെ പ്രാബല്യമുള്ള ഹദീസുകൾ തന്നെ എടുക്കുന്നത് ആ ധിഷണയുടെ അടയാളവും കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ആത്മീയ വളർച്ച, അതിന് സ്വീകരിക്കുന്ന അടിസ്ഥാന സംഭവം അതൊരിക്കലും സംശയത്തിനിടയാവാത്ത വിധം ഖുർആനിനെ പോലെ തന്നെ ഒരു
കുഴപ്പവുമില്ലാത്ത രീതിയിൽ തന്നെയാവണം ആ അടിസ്ഥാന സ്രോതസ് എന്ന് മൗലാന മൗദൂദി ശാഠ്യം പിടിച്ചിരുന്നതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തുകളിൽ കൂടി പോകുമ്പോൾ കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ആലോചിച്ച് നോക്കുക, ഇപ്പോഴും മലയാളത്തിൽ ഇതുവരെയും പബ്ലിഷ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഹദീസുകളുടെ കളക്ഷൻ ഉണ്ട്. തഫ്ഹീമുൽ അഹാദീസ് എന്നാണ് ഹദീസിൻ്റെ കളക്ഷന് തന്നെ പറയുന്നത്. ഇപ്പോൾ അത് അവിടെയൊക്കെ അത് കളക്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം സുന്ദരമായി അദ്ദേഹം ഉപയോഗിച്ച എല്ലാ രചനകളിൽ നിന്നും ആ ഹദീസിൻ്റെ ഒരു കളക്ഷൻ, ഒരു പക്ഷേ ഒരു നല്ല ഹദീസിനെ എങ്ങനെ സമീപിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്ന, ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹദീസിൽ പോലും വളരെ സൂക്ഷ്മമായ രീതി വേണം, അതിൻ്റെ മുത്തവാത്തിറും അതിൻ്റെ എല്ലാ സനദും എല്ലാ പ്രബലതയും ഉണ്ടാവണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിം, ഒരു അടിയുറച്ച മുസ്ലിമിൻ്റെ അടിസ്ഥാന സംഭവമായ ഹദീസ് അത് അവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അതിന് പ്രാമാണികതയുണ്ടാവണം. സ്വാഭാവികമായും അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹദീസിൻ്റെ പ്രാമാണികതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാരും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ മുസ്ലിം ബുദ്ധിജീവികളുമെല്ലാം ഹദീസിൻ്റെ പ്രാമാണികതയെ, അതോറിറ്റിയെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം സുന്നത്തിക്ക് അതിനെ ഹൈസിയത്ത് എന്ന് വിളിക്കപ്പെടുന്ന സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന് പബ്ലിഷ് ചെയ്യപ്പെട്ട ആ രചന അദ്ദേഹം നടത്തുന്നത്. അതായത് അടിസ്ഥാന സംഭവം, ഒരു വിശ്വാസിയുടെ അവരുടെ ജീവിതക്രമം നിർണയിക്കുന്ന അടിസ്ഥാന സ്തംഭത്തിലുള്ള ഒരു സംശയം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു വാശിയുണ്ടായിരുന്ന മൗലാന മൗദൂദിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ, ഒരു മനുഷ്യൻ്റെ ആത്മീയമായ അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആത്മീയമായ വളർച്ചയിൽ അവരുപയോഗിക്കുന്ന രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണത്തിന് അതിൻ്റെ ആധികാരികത വിശദീകരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ രചന നടത്തിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നാണ് തർബിയത്തിനെ കുറിച്ചുള്ള മൗലാന മൗദൂദിയുടെ ചിന്ത. തർബിയത്ത് എന്ന് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിഗതമായ ജീവിതത്തിലുള്ള ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ നമ്മുടെ ആചാരക്രമങ്ങൾ, നമസ്കാരം പോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും ഈ ചില ഇടപാടുകളിലുമുള്ള ചില ഭവ്യത, സൂക്ഷ്മത എന്നതിലേക്ക് മാത്രം പൊതുവെ തർബിയത്തിനെ ഒതുക്കുന്ന ഒരു രീതിയുണ്ട്. മൗലാന മൗദൂദി തർബിയത്തിനെ കാണുന്നത് സമൂലമായ ജീവിത വ്യവസ്ഥ എന്ന രീതിയിലാണ്. അതൊരു ഒരു വ്യക്തിഗത വളർച്ച, കുടുംബത്തിൻ്റെ വളർച്ച, സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വളർച്ച എന്ന രീതിയിൽ മുഴുവനുമായിട്ടാണ് അദ്ദേഹം തർബിയത്ത് എന്ന് വിളിക്കപ്പെടുന്ന, പൊതുവേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാരും ആത്മീയ ഒരു മാനസിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആ പദം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഇவ்விധമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെയും അദ്ദേഹത്തിൻ്റെ മരണം വരെ എഴുതിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിജ്ഞാനത്തെക്കുറിച്ചുമുള്ള ചർച്ചകളുടെ ഒരു ക്രോഡീകരണം തന്നെയുണ്ട്. താലീമാത്ത് എന്നാണ് അത് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ദ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ വൈജ്ഞാനികമായ ആവശ്യകത, വിജ്ഞാനം ഒരാളിൽ ഉണ്ടാക്കേണ്ട അനിവാര്യത, അത് ആ വിജ്ഞാനം സോഴ്സ് എന്താവണം, ആ വിജ്ഞാനത്തിൻ്റെ സോഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൗലാന മൗദൂദി സംസാരിക്കുന്നത് ഒരിക്കലും അത് അനിസ്ലാമികമായ, സെക്കുലറായ, അനിസ്ലാമികമായ വൈജ്ഞാനിക എപ്പിസ്റ്റമോളജിക്കൽ തലത്തിൽ നിന്നാവരുത്, വൈജ്ഞാനിക സ്രോതസ്സിൽ നിന്നാവരുത്. ഒരു വിശ്വാസിയുടെ വിജ്ഞാനം രൂപീകരിക്കപ്പെടേണ്ടത് ഇസ്ലാമിക സ്രോതസ്സിൽ നിന്ന് തന്നെയാവണം. അപ്പോഴാണ് അവൻ്റെ ഈമാൻ രൂപപ്പെടുക. ആ ശരിയായ സ്രോതസ്സിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച, അവൻ്റെ പ്രവാചകനിൽ നിന്ന് ലഭിച്ച ശരിയായ സ്രോതസ്സിൽ നിന്ന് വിവരം ലഭിക്കുമ്പോഴാണ് സ്വാഭാവികമായ ഒരു നല്ല മുസ്ലിം രൂപപ്പെടുക, ഒരു ബെസ്റ്റ് മുസ്ലിം രൂപപ്പെടുക. അപ്പോഴാണ് അവൻ ഈ കൗമിനോടും ഇതരരോടും ദേശത്തോടും ജീവിക്കുന്ന ചുറ്റുപാടിനോടും സ്നേഹമുണ്ടാവുക, സഹാനുഭൂതി ഉണ്ടാവുക എന്നൊക്കെ മൗലാന മൗദൂദിയുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും. അതും ഫോക്കസ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കപ്പെടുന്ന താലീമാത്ത് എന്ന രചന അത് വളരെ അനിവാര്യമായും ഒരു വൈജ്ഞാനിക ചർച്ചകളുടെ ഒരു പ്രധാന ഭാഗമായി മാറേണ്ടതുണ്ട്. ഈ ഇസ്ലാമിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഡൈമെൻഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പക്ഷേ ഈ ഒരു വിധം മൗലാന മൗദൂദിയുടെ ആത്മീയതയിലൂന്നിയ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും കൂടിയാണ്. അദ്ദേഹം ഈമാനിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം നോക്കുക. മക്കി സൂറത്തുകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
മദനീ സൂറത്തുകളിൽ, പ്രത്യേകിച്ച് സൂറ ഹുജറാത്തിലെല്ലാം, അതിൽ സൂറ ഹുജറാത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മദീനയിലാണ് അവതരിച്ചതെന്ന്, അതുകൊണ്ട് തന്നെ ഒരു സമൂഹം രൂപപ്പെടേണ്ട, ആ സമൂഹം രൂപപ്പെടുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതിൻ്റെ അടിസ്ഥാന ചിന്തകളെക്കുറിച്ച് മൗലാന മൗദൂദി സൂറ ഹുജറാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് വിശ്വാസികൾ ഇടയിലുള്ള, രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലുള്ള അഭിപ്രായ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, സംഘർഷങ്ങളെ പരിഹരിക്കുവാൻ ഈമാൻ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് മൗലാന മൗദൂദി ആ ഒരു വിഷയത്തെ ബന്ധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈമാനെ കുറിച്ച് പറയുമ്പോൾ വഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാൻ എന്നൊക്കെ അദ്ദേഹം ആ ആയത്തുകളെ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഈമാൻ എന്നത് അള്ളാഹു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തന്നിരിക്കുകയാണ്, ഇഷ്ടപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ അത് അലങ്കാരമാക്കി തന്നിരിക്കുന്നു. അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയുടെ സാമൂഹിക ഇടപെടലുകളിൽ, രാഷ്ട്രീയ ഇടപെടലുകളിൽ, സോഷ്യൽ ഇൻട്രാക്ഷനിലെ എല്ലാത്തിലും ഈമാനിൻ്റെ ഒരു പവിത്രത, അതിൻ്റെ ഒരു സ്ഥാനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് മൂവ്മെൻറ്റിനെ കുറിച്ചും അദ്ദേഹം പറയുന്നത്. ഒരു മൂവ്മെൻറ്റ് എന്തിനാണ്? ഒരു സംഘടന എന്നത് ഒരു വിഭാഗം, ഒരു കൂട്ടം ആൾക്കാരെ ഒരു പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലാതെ, ഫ്രെയിംവർക്ക് ഇല്ലാതെ കൊണ്ടുപോകാനുള്ളതല്ല. ഓരോ മൂവ്മെൻറ്റും അത് ലീഡറാണെങ്കിലും അതുപോലെ തന്നെ അതിന് ഫോളോവർ ആണെങ്കിലും അവർക്കുണ്ടാവേണ്ട മാർഗരേഖ അത് രൂപപ്പെടേണ്ടത് സ്പിരിച്വാലിറ്റിയിൽ, ഇസ്ലാമിൻ്റെ ആത്മീയ വശത്തിൽ നിന്ന് തന്നെയാവണം എന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ്ഥാനവും പ്രവർത്തകരും പോലുള്ള രചനകൾ, ആ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രവർത്തകൻ്റെ, ഒരു സംഘടനാ പ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഈമാനിൻ്റെ അളവ് എന്താവണം എന്ന് അദ്ദേഹം ആ രചനകളിൽ കൂടി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഒരു സംഘടനാ ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ വ്യക്തിഗതമായ വളർച്ച, മൗലാന മൗദൂദിയുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, സാമ്പത്തികമായി ബന്ധപ്പെട്ട, സാമൂഹികവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഫിലോസഫിക്കലായ എല്ലാത്തരം ചർച്ചകളുടെയും അടിസ്ഥാനം വ്യക്തിഗത വളർച്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടം അപ്പ് തിയറിയാണ്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നുള്ള ഒരു ബോട്ടം അപ്പ് തിയറിയാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. അതിൽ വൈയക്തികത വളർച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു സമൂഹത്തിൻ്റെ ശരിയായ രൂപപ്പെടൽ ഉണ്ടാവുന്നത് എന്ന് മൗദൂദി സാഹിബ് എപ്പോഴും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിക് തോട്ടുമായി ബന്ധപ്പെട്ട രചനകൾ നോക്കുക. സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി രചനകൾ, പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവിടെയുമെല്ലാം സക്കാത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. സദഖയുടെ പ്രത്യേകത അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. സക്കാത്ത് സ്വാഭാവികമായും ഭാഷാപരമായി ഒരു മനുഷ്യൻ്റെ ആത്മീയ ഒരു പ്യൂരിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്, ആത്മീയ സംസ്കരണമാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അതുപോലെ തന്നെ സ്വതക്ക നൽകുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ സ്വന്തം ഇച്ഛയോടുകൂടി നൽകുന്ന ആത്മീയ ഒരു സംസ്കാരമാണ് സ്വതക്കയിൽ കൂടി സംഭവിക്കുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ചിന്തകളിൽ പോലും ഈ ഒരു തരത്തിൽ മൗലാന മൗദൂദിയുടെ ആത്മീയ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ദിഷണയുമായി ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സൂറ ഫുസ്സിലത്തിലെ ആയത്ത് നോക്കുക. സൂറ ഫുസ്സിലത്തിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന ആയത്ത് തന്നെ മൗലാന മൗദൂദി എത്ര ആഴത്തിലാണ് വിശദീകരിക്കുന്നത് നോക്കുക. ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും, എത്ര ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരാൾ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ സൽക്കർമ്മം പ്രവർത്തിക്കുക, അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയും ചെയ്യുക. മൗലാന മൗദൂദി ഇത് തഫ്ഹീമിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഒരുവൻ അള്ളാഹുവിനെ തന്നെ റബ്ബായി അംഗീകരിക്കുകയും സന്മാർഗം കൈക്കൊള്ളുകയും അതിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ മഹത്തരവും മൗലിക പ്രധാനവുമായ നന്മയാകുന്നു. എന്നാൽ സമ്പൂർണമായ നന്മ അനന്തരഫലങ്ങളെ ഭയപ്പെടാതെ താൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ അടിമത്തിലേക്ക് ക്ഷണിക്കുകയും
ആ ദൗത്യം നിർവഹിക്കുമ്പോൾ തൻ്റെ കർമ്മങ്ങൾ ആർക്കും ഇസ്ലാമിനെയോ അതിൻ്റെ ധ്വജവാഹരെയോ വിമർശിക്കാൻ ഒരു പഴുതുമേകാത്ത വിധം പരിശുദ്ധമാക്കുകയുമാകുന്നു എന്ന് അദ്ദേഹം തഫീമിൽ ഈ കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ആലോചിച്ച് നോക്കൂ, ഒരു ഈമാൻ ഉണ്ടാകുമ്പോൾ അത് ഈമാൻ മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു ധൈര്യം നൽകുന്നുണ്ട്. ആ ഒരു ധൈര്യത്തെയാണ് മൗലാന മൗദൂദി ഇവിടെ വിശദീകരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മളുടെ ഷഹാദത്തിനെ പുതുക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമ വീണ്ടും ഉച്ചരിക്കാൻ പറയുന്നത്. 5 നേരവും പള്ളിയിൽ നിന്ന് നമ്മുടെ ബാങ്ക് വിളിക്കുമ്പോൾ 5 നേരവും ഷഹാദത്ത് കലിമ ഒരു വിശ്വാസി ഉദ്ധരിക്കുന്നുണ്ട്. നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ വിവിധ ദിക്റുകളിലും ഷഹാദത്ത് കലിമ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആശയം, ആ ഒരു പുതുക്കൽ ദിവസേന ഷഹാദത്ത് കലിമ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതോടെ എന്നും പുതിയൊരു മുഅ്മിനായി രൂപപ്പെടേണ്ട ഒരു അനിവാര്യതയെക്കുറിച്ചും മൗലാന മൗദൂദി ഇസ്ലാം മതം പോലുള്ള രചനകളിൽ നമുക്ക് പറയുന്നത് കാണുവാൻ കഴിയും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ടേംസിനെ, അതിൽ ആത്മീയമായ ചർച്ചകൾക്ക് പൊതുസമൂഹം, സാമ്പ്രദായികമായ പണ്ഡിതന്മാർ ഉപയോഗിച്ചത്, അതിനെ എങ്ങനെയാണ് സൊസൈറ്റിയോട് അദ്ദേഹം കണക്ട് ചെയ്തത് എന്നും കൂടി പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വശവും കൂടിയാണ്. ഖുറാനിലെ 4 സാങ്കേതിക ശബ്ദങ്ങളെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഖുറാൻ കി 4 ബുനിയാദ് ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ആ രചന, 4 സാങ്കേതിക ശബ്ദങ്ങൾ, അതിൽ ദീൻ, അബദ്, ഇലാഹ്, റബ്ബ് പോലുള്ള പദപ്രയോഗങ്ങൾ സാധാരണ തസവുഫിൻ്റെ രചനകളിലും സാമ്പ്രദായിക ഇസ്ലാമിക രചനകളിലുമെല്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ മാത്രം അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ ഒരു ലോകത്ത് നിന്ന് ഈ പദങ്ങളുടെ ഒരു തിയോളജിക്കൽ ഡൈമെൻഷൻ, ഈ പദങ്ങളുടെ ഒരു സോഷ്യോളജിക്കൽ ഡൈമെൻഷൻ, ഈ പദങ്ങളുടെ ഒരു സാമൂഹികമായ റീച്ച്, രാഷ്ട്രീയമായ ഈ റീച്ച് എല്ലാം അതിവിശാലമായി തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെയും മൗലാന മൗദൂദി ഉപയോഗിക്കുന്നത് ഈ ടേംസ് തന്നെയാണ്. റബ്ബ് എന്നതിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട ഇബ്നു തൈമിയ പോലുള്ള വലിയ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അത് തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ അടക്കമുള്ള പദപ്രയോഗങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. മൗലാന മൗദൂദി അതിനേക്കാളും അപ്പുറം കടന്നുകൊണ്ട് റബ്ബ് എന്നത് ഒരു മനുഷ്യൻ്റെ മാനേജർ ആവട്ടെ, അതുപോലെ തന്നെ സസ്റ്റൈനറാണ്, മെയിൻറ്റെയിനറാണ്, പരിപാലകനാണ്, എല്ലാമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ റബ്ബ് തരുന്ന നിയമവും പാലിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത റബ്ബുമായിട്ടുള്ള ബന്ധത്തിൽ മൗലാന മൗദൂദി ആ ഒരു പദവുമായി ചേർത്ത് വെക്കുന്നുണ്ട്. ദീൻ എന്നുള്ള പദത്തെ, അതുപോലെ തന്നെ ഇലാഹ് എന്നുള്ള അബ്ദ്, ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളെല്ലാം സാധാരണ തസവുഫിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ വർത്തമാനം പറയുന്ന രചനകളിൽ നിന്ന് അപ്പുറം കടന്നുകൊണ്ട് അതിൻ്റെ ഒരു വിശാലമായ മേഖലകളിലേക്ക് മൗലാന മൗദൂദി ആ പദങ്ങളെ കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തയും ദിഷണയും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ഉദാഹരണമാണെന്ന് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഖുതുബകൾ ശ്രദ്ധിക്കുക. നമ്മൾ വായിക്കുന്ന പല രചനകളും മൗലാന മൗദൂദിയായി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വായിക്കുന്ന പല രചനകളും ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ സമാഹാരങ്ങളാണ്. ആ ഖുതുബകളിലെല്ലാം മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ അവരുടെ ആത്മീയ പരിവർത്തനത്തിന് ഉപയോഗിച്ച ഖുതുബകളാണ്. അതാണെന്ന് നമ്മൾ രചനകളായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഖുതുബകളിലൂടെയാണ് അദ്ദേഹം നമസ്കരിക്കാൻ വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നത്. ആ അച്ചടക്കം അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നമസ്കാരം ഒരു മിലിറ്ററി ക്യാമ്പ് പോലെയാണ്, ട്രെയിനിങ് ക്യാമ്പ് പോലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ ഒരു ട്രെയിനിങ്ങിൽ കൂടി, അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്, മക്കാസിദുകൾ, ആരാധനകളുടെ മക്കാസിദുകൾ, ഇസ്ലാമിൻ്റെ ടെർമിനോളജികളുടെ മക്കാസിദുകൾ വിശദീകരിക്കുക എന്നതും മൗലാന മൗദൂദിയുടെ ചിന്തകളുടെ ദിഷണയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് നമസ്കാരം പോലുള്ള ഇങ്ങനെ വിവിധ ആചാരാനുഷ്ഠാനങ്ങളിലെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അതിൻ്റെ ഒരു പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. പക്ഷേ പിന്നീട് അബുൽ ഹഖ് അൻസാരി പോലുള്ള വിവിധ പണ്ഡിതന്മാർ അതിൻ്റെ ആവശ്യമില്ല, അതായത് അങ്ങനെ മക്കാസിദ് ഇബാദത്തായി തന്നെ ആരാധനകളായി തന്നെ കരുതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റിദ മാത്രം ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന രീതിയിലൊക്കെ വിശദീകരിക്കുന്നത് പിന്നീട് മൗദൂദ് സാഹിബിനെ വിമർശിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. പക്ഷെ എന്നാലും മൗദൂദ് സാഹിബ് ഈ ഇബാദത്തുകളുടെ ആത്മീയമായ ഒരേ തരം വളർച്ച ഉണ്ടാവുന്നതോടുകൂടി ആ ആത്മീയമായ വളർച്ച പരനിലേക്കും ഇതരിലേക്കും പകരുന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുക.
അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് ഹിസ്റ്റോറിക്കൽ വ്യൂ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. ഒരു പ്രസംഗമാണ്, ഒരു വളരെ ചുരുക്കം പേജുള്ള ഒരു കിതാബാണ്. ആ രചനയിൽ ചരിത്രത്തെ കാണേണ്ട വിധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. സാധാരണ ഇസ്ലാമിക് ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രോഫറ്റിക് ഹിസ്റ്ററി മുതൽ താഴോട്ട് വരുന്ന ആധുനിക ലോകത്തേക്ക് വരുന്ന ഒരു സംവിധാനമാണ്. മൗലാന മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ഹിസ്റ്ററി അദ്ദേഹം ആ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചർച്ചയിൽ മുന്നുണ്ട്. ഇനി ജാഹിലും ഫിൽ അർളി ഖലീഫ എന്ന രീതിയിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന ഒരു ആത്മീയ ഒരു കണക്ഷനിലേക്ക് അദ്ദേഹം ചരിത്രത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ആ പ്രവാചകത്വത്തെ അനുധാവനം ചെയ്ത് പിന്നീട് വന്ന സൊസൈറ്റിയിൽ രൂപപ്പെട്ട കുഫറുകളെ അദ്ദേഹം വിശദീകരിക്കും. അങ്ങനെ ഇസ്ലാമും കുഫറും തമ്മിലുള്ള പിന്നീട് രൂപപ്പെട്ട ഷിർക്കും ഇങ്ങനടക്കമുള്ള ചിന്തകളുടെ ഒരു സംഘടനം എന്ന രീതിയിൽ, ആ ഒരു സമരം എന്ന ഒരു രീതിയിൽ ഹിസ്റ്ററി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതിനും മൗലാന മൗദൂദി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ അടിസ്ഥാന ആത്മീയ ചർച്ചകൾ തന്നെ ഉപയോഗിക്കുന്ന അടിസ്ഥാന ചിന്തകളാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡൈമെൻഷൻ തസവുഫുമായി ബന്ധപ്പെട്ട മൗലാന മൗദൂദിയുടെ കാഴ്ചപ്പാടുകളാണ്. കാരണം നമുക്കറിയാം, മൗലാന മൗദൂദിക്ക് അദ്ദേഹം ചിഷ്തിയ സൂഫി സിൽസിലയിലെ പ്രധാനപ്പെട്ട ഷെയ്ഖായ ഷെയ്ഖ് മൗദൂദ് ചിഷ്തി എന്ന് മൊയ്നുദ്ദീൻ ചിഷ്തിക്ക് വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിലുള്ള ആളാണ് മൗലാന മൗദൂദി. കാരണം അബുലാല മൗദൂദി എന്ന് വിളിക്കുന്ന മൗലാന മൗദൂദിയുടെ തന്നെയുള്ള ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് തന്നെയാണ് മൗലാന മൗദൂദിക്ക് സ്വന്തം പിതാവ് ഇട്ടത്. ആ ഒരു മൗദൂദിയ ബ്രാഞ്ചിൻ്റെ ഒരു കണക്ഷൻ മൗലാന മൗദൂദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ ആദ്യകാല പഠനങ്ങളിലെല്ലാം പ്രമുഖരായ സൂഫി പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുമാത്രമല്ല, മൗലാന മൗദൂദിയുടെ സയ്യിദ് എന്ന പൊസിഷൻ, സാധാരണ സയ്യിദ് എന്ന് വിളിക്കുമ്പോൾ കേരളീയ പൊതു പശ്ചാത്തലത്തിൽ അതിനുണ്ടാവുന്ന ഒരു അഹ്ലു ബൈത്ത് ബന്ധമുണ്ട്. നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സയ്യിദ് പൊതുവെ കാസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സംസാരിക്കുന്നത്. മൗലാന മൗദൂദിയുടെ എല്ലാ രചനകളിലും സാമൂഹികമായ സ്ട്രാറ്റയെക്കുറിച്ചും അതിൻ്റെ ഒരു വികാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും അസമത്തെയൊക്കെ ശക്തമായി തള്ളിക്കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് തന്നെ കുടുംബപരമായി കിട്ടിയ ഈ സയ്യിദ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ മഹിമയുടെ കാര്യത്തിൽ വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒരേ സമയം സയ്യിദായ അഹ്ലു ബൈത്ത് ഫാമിലിയിലുള്ള ഹുസൈനി പാരമ്പര്യമുള്ള, അതുപോലെ തന്നെ ഒരു ആലിമായ, ഒരു മുജദ്ദിദ് എന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വിളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വളർന്ന ഒരു പണ്ഡിതൻ. ആ ഒരു തരത്തിൽ സ്വന്തം ജീവിതത്തിൽ തന്നെയും ഈ ഒരു തസവുഫിൻ്റെ ആ ഒരു കണക്ഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹം കൂടുതൽ പ്രഘോഷണം ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അദ്ദേഹം തസവുഫിനെ എങ്ങനെ കാണണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ നവോത്ഥാന വളർച്ചയെക്കുറിച്ച് പറയുന്ന തജ്ദീദോ യഹ്യാഉദ്ദീൻ എന്ന രചന നവോത്ഥാന നായകർ എന്ന രീതിയിൽ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രചനയിൽ തന്നെ അദ്ദേഹം തജ്ദീദ് എന്ന വിഷയം സംസാരിക്കുമ്പോഴൊക്കെ എടുക്കുന്നത് മുസ്ലിം ലോകം പൊതുവെ സൂഫികളായി പരിഗണിക്കുന്ന പണ്ഡിതന്മാരാണ്. അത് ഉമർ രണ്ടാമൻ റളിയല്ലാഹു അൻഹു തുടങ്ങി ഇബ്നു തൈമിയ, ഇമാം ഗസാലി, പിന്നീട് സയ്യിദ് അഹമ്മദ് സർഹിന്ദി അടക്കമുള്ള ഷാവുല്ലാ ദഹ്ലവി, ഷാ ഇസ്മായിൽ, സയ്യിദ് അഹമ്മദ് ബറൽബി അടക്കമുള്ള ആൾക്കാരുടെ പേരുകളും അവരുടെ ജീവിതത്തിലുണ്ടായ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ തന്നെ മൗലാന മൗദൂദി തസവുഫിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് 3 കാറ്റഗറിയായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ വിഭാഗം അവരെ തീർച്ചയായും അനുധാവനം ചെയ്യേണ്ടതുണ്ട്. അത് ഇബ്രാഹിമിൻ അദ്ദേഹം പോലുള്ള, ജുനൈദ് ബാഗ്ദാദി പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആ ഒരു രീതി ശരീഅത്തിനെയും തുരീഖത്തിനെയും, അതായത് സത്യമാർഗത്തെയും അതിൽ ജീവിതത്തിൽ ഒരു മുസ്ലിം അനുധാവനം ചെയ്യേണ്ട ഇസ്ലാമിക ശരീഅത്തിനെയും ഒരുപോലെ കൊണ്ടുപോയ പണ്ഡിതന്മാർ, അത് തീർച്ചയായും അവരെ ഫോളോ ചെയ്യേണ്ടത് അനിവാര്യം എന്ന രീതിയിൽ മൗലാന മൗദൂദി വിശദീകരിക്കുന്നു. രണ്ടാമത് ഒരു വിഭാഗം ഇസ്ലാമിക ശരീഅത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പോലും നല്ല വശങ്ങൾ ഉള്ള വേറെയും കുറെ പണ്ഡിതന്മാരെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന നിലയിൽ പറയുന്നത് തീർത്തും അവഗണിക്കേണ്ട ബേഷറ ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ആൻറ്റിനോമിയൻ സൂഫീസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന, ശരീഅത്തുമായി പ്രത്യേകിച്ച് യാതൊരു കണക്ഷൻ ഇല്ലാത്ത, ഇസ്ലാമിൻ്റെ സാമൂഹിക ഇടപെടലിനെ കുറിച്ചും ഒരു
സോഷ്യൽ എത്തിക്സിനെ കുറിച്ചും പ്രത്യേകിച്ച് ബോധങ്ങളില്ലാത്ത, വെറും കൾച്ചറൽ ഡൈമെൻഷൻ മാത്രം കീപ്പ് ചെയ്യുന്ന ത്വരീഖത്തിനെയും അദ്ദേഹം മൂന്നാമതായി എണ്ണി പറയുന്നു. ഇവരെ ഒരിക്കലും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യരുത് എന്ന് അദ്ദേഹത്തിൻ്റെ റസായിലോ മസായിൽ അടക്കമുള്ള ചോദ്യോത്തര രചനകളിലെല്ലാം ഫത്വകളിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ രചനകളുമായി ബന്ധപ്പെട്ട, ഇദ്ദേഹത്തിൻ്റെ ചിന്തകളുമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ അദ്ദേഹത്തോട് ഒരിക്കൽ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്, മൗലാന സാബ്, നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്നത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരുപാട് കളങ്കം നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ലേ, പ്രശ്നമാവുകയില്ലേ? അപ്പോൾ മൗലാന മൗദൂദി മറുപടി പറയുന്നത്, മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാരം വിട്ടുകൊടുക്കണമെന്നാണോ താങ്കൾ പറയുന്നത് എന്ന രീതിയിൽ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നുണ്ട്. മൗലാന മൗദൂദിയുടെ കാഴ്ചപ്പാടിൽ എത്രത്തോളം ഇസ്ലാമികമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നോ അത്രത്തോളം ഒരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയിൽ കൂടി സംഭവിക്കുകയാണ് എന്ന രീതിയിലാണ് മൗലാന മൗദൂദി ചിന്തിച്ചത്. അത് വളരെ പ്രബലമായ ഹദീസ് ഉണ്ടല്ലോ, അൽ മുഅ്മിൻ അല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനൽ മുഅ്മിനിൻ അല്ലദീ ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഈ ഒരു ഹദീസിൻ്റെ ആശയം മൗലാന മൗദൂദിയുടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രകടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങളോട് ഇടപെടുകയും അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യുന്ന മുഅ്മിൻ ജനങ്ങളോട് ഇടപെടാതിരിക്കുകയും ആ ജനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ സഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മുഅ്മിനേക്കാൾ ഏറ്റവും നല്ലവനാണ്, അഫ്ളലാണ്, മഹാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. രണ്ട് തരം മുഅ്മിനുകളെയാണ് നബി ആ ഒരൊറ്റ ഹദീസിൽ വിശദീകരിക്കുന്നത്. പൊതുജനങ്ങളോടൊന്നും ഇടപെടാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന വിശ്വാസം ഒക്കെ ഉള്ള മുസ്ലിം വിഭാഗം. മറ്റൊന്ന്, ജനങ്ങളോട് കൂടുതൽ ഇടപെടുകയും എന്നാൽ ആ ഒരു മാർഗത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ വളരെ സഹനത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി നേരിടുകയും ചെയ്യുന്ന മുസ്ലിം. ആ ഒരു വശത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസിൻ്റെ ഡൈമെൻഷനെയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം അടിയാധാരമായി സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വിഷയം, ഇസ്ലാമിൻ്റെ ടെർമിനോളജികൾ. പൊതുവേ പണ്ഡിത ലോകം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് മുമ്പും ഒരുപാട് ടെർമിനോളജികൾ മുസ്ലിങ്ങളുടെ രചനകളിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തസവുഫിൻ്റെ ശക്തമായ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് കശ്ഫ് പോലുള്ള, അതുപോലെ വഹദത്തുൽ വുജൂദ്, വഹദത്തുൽ ഷുഹൂദ്, ഇങ്ങനെ നിരവധി പ്രത്യേകിച്ച് ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ടേംസ് മുൻകാല പണ്ഡിതന്മാരുടെയും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ രചനകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മൗലാന മൗദൂദി ഇസ്ലാമികമായ ഈമാനികമായ വളർച്ചയ്ക്ക് ഖുർആനിക പദപ്രയോഗങ്ങളുടെ നരേഷനെയാണ് അദ്ദേഹം കൂടുതൽ അവലംബിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഇപ്പോൾ ബാത്തിലിനെ കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയണത്, ബാത്തിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ വലിയ ശക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല, തലകുനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ അനുഭവങ്ങളെ നമുക്കറിയാം. അദ്ദേഹം വധശിക്ഷ വിധിക്കുമ്പോൾ പോലും അള്ളാഹു തീരുമാനിച്ചാൽ ഓക്കെ, അത് ബാക്കി ആർക്കും എൻ്റെ വിധി തീരുമാനിക്കാൻ കഴിയില്ല, ബാത്തിലിൻ്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഒരു വിശ്വാസിയുടെ വലിപ്പത്തെക്കുറിച്ച് തന്നെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ ബാത്തിൽ എന്നുള്ള പദം പല മേഖലകളിൽ പല രചനകളിൽ കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് മൗലാന മൗദൂദിയുടെ സോഷ്യൽ ഓർഡറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദമാണ് ജാഹിലിയത്ത്. ഒരു മനുഷ്യൻ്റെ അജ്ഞതയെ അവൻ്റെ ഒരു സാമൂഹിക ഇടപെടലുകളിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണല്ലോ പൊതുവെ ജാഹിലിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൂടുതൽ പ്രതിധ്വനിക്കാറുള്ളത്. മൗലാന മൗദൂദി ഖുർആനിൽ പറഞ്ഞ 4 ജാഹിലിയത്തിനെ ഉപയോഗിക്കുന്നതായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമും ജാഹിലിയത്തും എന്നുള്ള രചനയിൽ ഇത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒന്ന്, ളുന്നുൽ ജാഹിലിയ, ചിന്താപരമായ അടിസ്ഥാനത്തിലുള്ള ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന അജ്ഞത, ജാഹിലിയത്ത്. രണ്ടാമത് ഹുക്കുമുൽ ജാഹിലിയ, അനിസ്ലാമികമായ എല്ലാത്തരം ഭരണ സംവിധാനങ്ങളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ചിന്തകളെയും കുറിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ജാഹിലിയത്ത്. അതുപോലെ ഹമിയത്തുൽ ജാഹിലിയ, ഒരു വൈരാഗ്യം, അതുപോലെ തന്നെ
ശത്രുത, കമ്മ്യൂണലിസം അടക്കമുള്ള വിവിധ തരത്തിലുള്ള ദേശീയപ്രകടനങ്ങളെ കുറിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ജാഹിലിയത്ത്. പിന്നീടാണ് തബറുദുൽ ജാഹിലിയ, ഒരു അധാർമികത നിറഞ്ഞു നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട ജാഹിലിയത്ത്. ഇത് ഖുർആൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മുൻകാല പണ്ഡിതന്മാരെല്ലാം ഈ വിശദീകരിക്കുന്ന ജാഹിലിയത്തെല്ലാം ഉപയോഗിച്ചത് ആത്മീയമായ വളർച്ചയിലും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. മൗലാന മൗദൂദി ആ ഒരു വിഷയത്തെ തന്നെ വ്യക്തിഗത പരിവർത്തനത്തിനോടൊപ്പം സാമൂഹിക പരിവർത്തനത്തിനോടും സാമൂഹികമായ സോഷ്യൽ എത്തിക്സിനെ കുറിച്ചും സോഷ്യൽ ഓർഡറിനെ കുറിച്ച് പോലും ഈ ചിന്തകളെ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമും ജാഹിലിയത്തും എന്നുള്ള രചനയിൽ അത് കൂടുതൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ഖുർആൻ തന്നെ ഉപയോഗിച്ച അൽ ഇസിയാൻ, ധിക്കാരവുമായി ബന്ധപ്പെട്ട പദപ്രയോഗം, ഫിസ്ക്, അതിക്രമവുമായി ബന്ധപ്പെട്ട പദപ്രയോഗം, ഫിത്ന, കൂടുതൽ രംഗം വഷളാക്കുന്ന ഫിത്നയുമായി ബന്ധപ്പെട്ട പദപ്രയോഗം, താഗൂത്ത്, അനിസ്ലാമികമായ ശക്തികളെയും ഒക്കെ കുറിച്ച് പറയുന്ന പദപ്രയോഗം, ഇതെല്ലാം സ്വാഭാവികമായും സാമ്പ്രദായിക ഇസ്ലാമിക രചനകളിൽ ആത്മീയമായ വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ തന്നെ ആത്മീയവും ഒരുത്തൻ്റെ ഒരു വൈയക്തിക ബന്ധവും സാമൂഹിക ബന്ധവും രാഷ്ട്രീയ ബന്ധത്തിലേക്കും പോലും അദ്ദേഹം വളരെ വിശാലമായി വിശദീകരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഖുർആൻ തന്നെ ഉപയോഗിക്കുന്ന നഫ്സുമായി ബന്ധപ്പെട്ട ചർച്ച. മൗലാന മൗദൂദി നഫ്സുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായി ഖുർആനിൽ ഉപയോഗിച്ച ഈ പദപ്രയോഗങ്ങളുടെ ഒരു ആഴത്തിൽ കടന്നു പോകുന്നുണ്ട്. അതായത് നമുക്കറിയാം, അന്നഫ്സുൽ അമ്മാറത്തും ബിസ്സു, അന്നഫ്സുൽ ലവ്വാമ, അന്നഫ്സുൽ മുത്മഇന്ന എന്ന രീതിയിൽ 3 തരത്തിൽ നഫ്സുമായി ബന്ധപ്പെട്ട വിശദീകരണം ഖുർആൻ നടത്തുന്നുണ്ട്. മൗലാന മൗദൂദി ഇതിനെ മുഴുവനും സൂറ ഖിയാമയിൽ ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നിട്ട് ആത്മീയമായ ഒരു വളർച്ചയെ വിശദീകരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ മൗലാന മൗദൂദി എന്തുകൊണ്ടാണ് പരലോകവുമായി ബന്ധപ്പെട്ട് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, പരലോകവുമായി ബന്ധപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന ആയത്തിലേക്ക് നഫ്സുൽ ലവ്വാമയെ അള്ളാഹു ചേർത്ത് വെക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയണത് നഫ്സുൽ ലവ്വാമയെ ചേർത്ത് വെക്കാൻ കാരണം, നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഒരു മനസാക്ഷിയുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ആ ഒരു ബോധമുണ്ട്. അതായത് എന്ത് കുറ്റം ചെയ്താലും എത്ര വലിയ അതിക്രമിയാണെങ്കിൽ പോലും ആ ഒരു ബോധം ആ മനുഷ്യനുണ്ട്. അതൊരു നന്മതിന്മ ബോധത്തെ എല്ലാ മനുഷ്യന്മാരിലും നിൽക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹം പറയണത്, അതായത് ഈ നന്മതിന്മ ബോധം എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സിലുണ്ട്. അതായത് ഒരു മനസാക്ഷിയുണ്ട്, അവർക്കറിയാം ചെയ്യുന്ന തെറ്റാണെന്ന്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കുറ്റക്കാർ അവർ ഈ സമൂഹത്തിൽ നിന്ന് പലവിധ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാറുണ്ട്. പക്ഷേ അവർക്ക് അത് ചെയ്യുന്ന പ്രതിഫലം ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും പ്രതിഫലം ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ പരലോകം എന്ന ചിന്തയെ അള്ളാഹു സമർപ്പിക്കുകയാണ് ഈ ഒരു പോയിന്റിൽ കൂടി ആശയത്തിൽ കൂടി അള്ളാഹു ചെയ്യുന്നതെന്ന് മൗലാന മൗദൂദി ഈ ആയത്തിൻ്റെ വിശദീകരണമായി ചേർത്ത് പറയുന്നുണ്ട്. അന്നഫ്സുൽ ലവ്വാമ എന്ന വിഷയം പറഞ്ഞുകൊണ്ട് ഒതുക്കുക എന്നതിൻ്റെ അപ്പുറം ആയത്തുകളുടെ കണക്ഷൻ എങ്ങനെയാണ് ഖിയാമത്തിലേക്ക് നഫ്സുൽ ലവ്വാമ കണക്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ മൗലാന മൗദൂദി ഈ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ചും കൂടി കടന്നുകൊണ്ട് പുനർജന്മ കൺസെപ്റ്റിനെ കുറിച്ചും, അതായത് ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും മരിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവൻ ചെയ്യുന്ന കുറ്റങ്ങൾ അവസാനിക്കുകയില്ല, നന്മകളും കുറ്റങ്ങളും ഒരു തരത്തിലുള്ള തീർപ്പെത്തുകയില്ല. അവന് ഒരാൾക്ക് ഒരു പരലോകം വേണം. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു നന്മ തിന്മകളുടെ ശരിയായ കണക്കെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ ഒരു എൻഡ് ഉണ്ടാവുകയുള്ളൂ എന്ന് മൗലാന മൗദൂദി ഈ ആയത്തുമായി ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് അന്നഫ്സുൽ ലവ്വാമ എന്ന പൊതുവായി നമ്മൾ സംസാരിക്കുന്ന ഒരു എപ്പോഴും വിമർശനാത്മകമായ ഒരു മനസ്സിന് എന്ന ചർച്ചയ്ക്കപ്പുറം കടന്നുകൊണ്ട് യൗമുൽ ഖിയാമ എന്ന ഒരു ആശയത്തിൻ്റെ യാഥാർത്ഥ്യക്കും അത് സംഭവിക്കും എന്നത് നിന്റെ
നിന്റെ കയ്യിലുള്ള നഫ്സ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നതുപോലെ തന്നെ യൗമുൽ ഖിയാമയും പരലോകവും സംഭവിക്കുമെന്നുള്ള ഒരു ആശയം ഈ ഒരു ആയത്തിൻ്റെ കണക്ഷനിൽ കൂടി മൗലാന മൗദൂദി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ പൊള്ളത്തരത്തെയും മൗലാന മൗദൂദി ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെ തുടക്കം മുതൽ, അതായത് ഒരു മനുഷ്യൻ്റെ വ്യക്തിഗത ജീവിതം മുതൽ ഒരു സാമൂഹിക രാഷ്ട്രീയ വളർച്ച വരെ, അതുപോലെ തന്നെ ഖുർആൻ ഉപയോഗിക്കുന്ന വിവിധ ടെർമിനോളജികൾ എല്ലാം അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മിസ്റ്റിക്കൽ ഡൈമെൻഷൻ അതിൽ ഒളിഞ്ഞിരിക്കുന്നതായും അതിൽ സ്പർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ അദ്ദേഹം പാകിസ്ഥാനിൽ അതിസുന്ദരമായ ഒരു സ്ഥാനമാണ് ബാക്കി വെച്ച് പോയത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സംഘടന എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമി, പ്രത്യേകിച്ച് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്കുള്ളിൽ മൗലാന മൗദൂദി ഒരു സംഘടനാ സ്ഥാപകനോ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറോ ഒരു ഓർഗനൈസറോ മാത്രമായി ഒതുങ്ങിയിരുന്നു. എന്നാൽ പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം മൗലാന മൗദൂദി ഒരു വലിയൻ്റെ പൊസിഷനാണുള്ളത്. ഒരു സേജ്, ഒരു വലിയൻ്റെ പൊസിഷനാണ് പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകുന്നത് എന്ന് സയ്യിദ് വലി നസറിൻ്റെ മൗദൂദി ആൻഡ് മേക്കിംഗ് ഓഫ് ഇസ്ലാമിക് റിവൈവലിസം എന്ന രചനയിൽ അദ്ദേഹം അവരുടെ പാകിസ്ഥാൻ മൗലാന മൗദൂദി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൗലാന മൗദൂദിയെ പാകിസ്ഥാൻകാർ കാണുന്നത് അതിലും കുറച്ചും കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് വേറെയും ചില പദപ്രയോഗങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മൗലാന മൗദൂദി ഒരു സേജാണ്, അതായത് ഒരു വലിയാണ്. അദ്ദേഹത്തിൻ്റെ കറാമാത്തുകളെ കുറിച്ച് പോലും പാകിസ്ഥാൻ്റെ ജമാഅത്ത് പ്രവർത്തകർ സംസാരിക്കുന്നത് അദ്ദേഹം അതിൽ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനി രചനകളിൽ മൗലാന മൗദൂദിയെ ലിസാനുൽ അസർ, കാലഘട്ടത്തിൻ്റെ നാക്ക് എന്ന രീതിയിലും കാലഘട്ടത്തിൻ്റെ ഇബ്നു തൈമിയ ഓഫ് ഹിസ് ഇറ, ആ ഒരു കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ എന്ന രീതിയിൽ ഇമാം മൗദൂദി, ഇമാം എന്നുള്ള പദപ്രയോഗം, അതുപോലെ ദാഇയൽ അവൽ, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷണറി, ഒരു പ്രബോധകൻ എന്ന രീതിയിലുമെല്ലാം മൗലാന മൗദൂദിയെ ജമാഅത്ത് വൃന്ദങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അതിൽ പലപ്പോഴും സ്റ്റേറ്റ് പരാജയപ്പെടുന്നതല്ല. ആ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റിൽ മൗലാന മൗദൂദിയുടെ പല വാദങ്ങളും ജയിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ഒരു സ്ഥാനത്തെ ഉയർത്തിയതായി ഇദ്ദേഹം സയ്യിദ് വലി നസർ അദ്ദേഹത്തിൻ്റെ മൗദൂദി ആൻഡ് മേക്കിംഗ് ഓഫ് ഇസ്ലാമിക് റിവൈവലിസം എന്ന രചനയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ മുൻകാല പണ്ഡിതന്മാർ, അവരുടെ മുമ്പ് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെ രചന കിതാബ് എഴുതുന്നത് പോലെ തന്നെ ഹയാത്തെ ജാവിദാൻ എന്നൊക്കെ രീതിയിൽ മൗലാന മൗദൂദിയെക്കുറിച്ചും ബയോഗ്രഫികൾ, അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ബയോഗ്രഫികൾ ഒരുപാട് ഉണ്ട്, എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഈ വലി നസർ അദ്ദേഹത്തിൻ്റെ രചനയിൽ പറയുന്നുണ്ട്. ആ ഒരു പൊസിഷനാണ് മൗലാന മൗദൂദിക്ക് പാകിസ്ഥാൻ, ഇന്ത്യക്ക് പുറത്തുള്ള ജമാഅത്ത് ഇസ്ലാമി വൃന്ദങ്ങളിലുള്ളത്. ഈ ഒരു ധാരണയും കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. മൗലാന മൗദൂദി എന്ന് പറയുന്ന ഒരു മുറബി എന്ന ഒരു പൊസിഷൻ, ഒരു മുർഷിദ് എന്ന പൊസിഷൻ, അതുപോലെ തന്നെ ഒരു നേതാവ് എന്നതിൻ്റെ അപ്പുറം ഒരു മുറബിയായിട്ടും അതുപോലെ തന്നെ ഒരു മുർഷിദായിട്ടും ഒരു വലി എന്ന് പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി ഫോളോവേഴ്സും അദ്ദേഹത്തോട് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരും കരുതുന്നത് പോലെ ആ ഒരു സ്ഥാനം പോലും മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ പാകിസ്ഥാനിലുണ്ട് എന്നതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധിഷണയും എത്രത്തോളം ചേർന്ന് പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.